ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസ് ക്യൂസീൻ. ഇന്ന് നമ്മൾ സരോജിനി മാർക്കറ്റിലെ ഷോപ്പിംഗ് ആണ് നോക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒന്നാണ് സരോജിനി മാർക്കറ്റിൽ ഷോപ്പ് ചെയ്യാൻ പോകണം എന്നുള്ളത്. കാരണം കുറേ യൂട്യൂബ് വീഡിയോസും അതേക്കുറിച്ച് കേട്ടിട്ടും അവിടുത്തെ പ്രൈസിനെ കുറിച്ച് അറിഞ്ഞിട്ടൊക്കെ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. ഫൈനലി ഡൽഹിയിൽ വന്നപ്പം ഞാനും സരോജിനി നഗർ വിസിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഷോപ്സും അവിടുത്തെ പ്രൈസൊക്കെ നമുക്ക് നോക്കാം. 350 എന്ന് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള എല്ലാ ഷൂസിനും 350 ആണ്. 350 ആണെന്ന് വെച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര മോശം ക്വാളിറ്റി അങ്ങനെയല്ല. എല്ലാം നല്ല ക്വാളിറ്റിയാണ്, ലോങ് ലാസ്റ്റിങ്ങും ആണ്. നമ്മൾ വാങ്ങിച്ച ഷൂ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം കുറഞ്ഞ പ്രൈസ് ആണെന്ന് വിചാരിച്ചിട്ട് മോശം ക്വാളിറ്റി അല്ല. അപ്പം അതുപോലെ ഇവിടെ ജുവൽസ് അവൈലബിൾ ആണ്, ആക്സസറീസ് ഒക്കെ. അപ്പം 20 ആണ് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഷോപ്പിൽ ഇപ്പം ഇതിലുള്ള എല്ലാം 30 അല്ല കേട്ടോ. ഞാനും ആദ്യം അങ്ങനെയായിരുന്നു വിചാരിച്ചത്. അപ്പം അതിലുള്ള 2 റൗണ്ട് മാത്രമാണ് 30, ബാക്കി 100 അങ്ങനെ ആ റേഞ്ച് വരെയുള്ള ആക്സസറീസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാ ഷോപ്പിന്റെ പുറത്തും സെയിൽ 100, സെയിൽ 150 എന്ന് എഴുതിയത് കാണാം. അപ്പം ആ ഒരു സെക്ഷനിലുള്ളത് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. അവിടെ പോയിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്ത് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ നമുക്ക് പോകുന്ന വഴിക്ക് അവിടെ ബാങ്കുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിൽ ക്യാഷ് ക്യാരി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുട്ടികൾക്കുള്ള ടോയ്സ് ഉണ്ട്, ബാഗ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എക്സ്പോർട്ട് സർപ്ലസ് ആയിട്ട് വരുന്നതും ബൾക്കായിട്ട് റിജക്റ്റ് ആവുന്ന ഐറ്റംസ് ആണ് മെയിൻലി ഇവിടെ അവൈലബിൾ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ ചീപ്പായിട്ട് കിട്ടുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് ബാഗുകൾ വാങ്ങിച്ചു. ഇവിടെ നല്ല ഭയങ്കര കളക്ഷൻ ആയിരുന്നു ബാഗ്സിൻ്റെ. അപ്പം എല്ലാ കളേഴ്സിലും ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ബാഗ്സ് അവൈലബിൾ ആയിരുന്നു ഇവിടെ. അപ്പം ഈ ഒരു ഷോപ്പിലൊക്കെ ചെറിയ ബാഗ്സ് ആയിരുന്നു അവൈലബിൾ. അപ്പം ഇവിടെ നിന്ന് ഞാൻ 2 ബാഗ്സ് വാങ്ങിച്ചു. 200 ആയിരുന്നു ഇവിടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ബാർഗെയിൻ ചെയ്യുമ്പം അവിടെയുള്ള ആൾക്ക് മലയാളം അറിയായിരുന്നു. അപ്പം അയാൾ ഞങ്ങളോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ കേരളത്തിൽ നിന്ന് എവിടുന്നാണ് വരുന്നത്? അവർ നോർത്ത് ഇന്ത്യൻ ആണ്. അവർ നമ്മളുടെ കേരളത്തിൽ വർക്കിന് വന്നിട്ടുണ്ട്. പിന്നെ ബ്രാൻഡ്സിൻ്റെ കോപ്പി ഇവിടെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. ഭയങ്കര ചീപ്പായിട്ട് തന്നെ അവൈലബിൾ ആണ്. പ്രൈസ് ചീപ്പാണെങ്കിലും ബാഗ് ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. അപ്പം നമ്മളെല്ലാം നോക്കി എടുക്കണം എന്നുള്ളതൊരു മസ്റ്റാണ്. അപ്പം എല്ലാത്തിൻ്റെ സിബും ഇപ്പോൾ എവിടെയെങ്കിലും ചെറിയ ഡാമേജ് ഉണ്ടോ എന്നുള്ളത്, ഇപ്പോൾ ബാഗാണെങ്കിലും ഡ്രസ്സാണെങ്കിലും അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളിവിടെ പറ്റിക്കപ്പെടാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന സാധനം നമ്മൾ നന്നായി ശ്രദ്ധിച്ച് നോക്കിയിട്ട് വാങ്ങിക്കുക. എക്സ്പോർട്ട് സർപ്ലസിൽ നമ്മൾക്ക് കിട്ടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വലിയ ബാച്ചായിട്ട് ഇവർ റിജക്റ്റ് ചെയ്യുന്നതൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും. ലൈക്ക് ചിലപ്പോൾ 5000-ഉം 10,000-ഉം അങ്ങനെയൊക്കെ റേഞ്ചിലുള്ള പ്രോഡക്റ്റ്സ് വരെ നമുക്കിവിടെ ചീപ്പായിട്ട് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ഇതിൽ കണ്ടില്ലേ, 150 ആണ് അതിലുള്ള എല്ലാം. അപ്പം അവിടെ കുർത്തീസ് ഉണ്ട്. അപ്പം ആ ഒരു സർക്കിളിലുള്ളത് അവർ ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് കിട്ടില്ല. ആ ഫിക്സ്ഡ് പ്രൈസ് ആയിരിക്കും അത്. അല്ലാതെ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്ത ഐറ്റംസ് ഒക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങിക്കാം. സരോജിനി മാർക്കറ്റിന് ഇറങ്ങിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്കാണ് പോയത്. അപ്പം അതിൻ്റെ മുന്നിലുള്ളൊരു ഷോപ്പാണത്. അപ്പം അവിടെ നിന്ന് നമ്മൾ ചായയും മൊമോസൊക്കെ കഴിച്ചു. സരോജിനി മാർക്കറ്റിന് 4 to 5 minutes ഉള്ളൂ മെട്രോ സ്റ്റേഷനിലേക്ക്, തൊട്ടടുത്താണ്. അപ്പം സരോജിനി മാർക്കറ്റിലേക്ക് പോകുന്നവർക്ക് ഈസി ആയിട്ട് എത്താനും മെട്രോ ആണ് നല്ലത്. പിങ്ക് ലൈൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും.